ഹായ്, ഈ ഓണത്തിന് നമ്മൾക്ക് മുന്നിലേക്ക് വലിയ പ്രതീക്ഷയുമായി വരുന്ന രണ്ട് സിനിമകളാണ്. ഒന്ന് ഐ ആം ഗെയിം, ദുൽഖറിന്റെ ഐ ആം ഗെയിം. മറ്റൊന്ന് പൃഥ്വിരാജിന്റെ ഖലീഫ. ഈ രണ്ട് സിനിമകളും റിലീസാവുന്നത് ഓഗസ്റ്റ് 20-നാണ്. തീർച്ചയായും വലിയ പ്രതീക്ഷയിൽ വരുന്ന രണ്ട് സിനിമകൾ. വലിയ ബഡ്ജറ്റിലാണ് ഈ രണ്ട് സിനിമകളും വരുന്നത്. മുൻപെല്ലാം മലയാള സിനിമകൾക്ക് ചെറിയ ബഡ്ജറ്റായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മലയാള സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ബിസിനസ് ഒന്നും നടക്കാറില്ല, വലിയ കളക്ഷനും കിട്ടാറില്ല. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വമ്പൻ കളക്ഷനാണ് മലയാള സിനിമകൾക്ക് വരുന്നത്. അതുപോലെ നല്ല ബിസിനസ്സും നടക്കുന്നുണ്ട്. ഈ വർഷം തന്നെ 200 കോടി ചിത്രങ്ങൾ പിറന്നു കഴിഞ്ഞു. ഒരു 100 കോടി ചിത്രവും മലയാളത്തിൽ ഉണ്ടായി. ഇനി വരുന്ന രണ്ട് വലിയ സിനിമകൾ. മുൻപ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഈ രണ്ട് സിനിമകൾക്കും പോസിറ്റീവ് റെസ്പോൺസ് ആണ് വരുന്നത് എങ്കിൽ രണ്ട് സിനിമകളും വമ്പൻ കളക്ഷനിലേക്ക് പോവും എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഈ രണ്ട് സിനിമകൾക്ക് പോസിറ്റീവ് വന്നാലും ഈ രണ്ട് സിനിമകളും വലിയ കളക്ഷനിലേക്ക് പോവില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം മറ്റുള്ള സിനിമകളുടെ ഭീഷണി തന്നെയാണ്. ഈ രണ്ട് സിനിമകളും ഒരേ ദിവസമാണ് റിലീസാവുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും സ്ക്രീനുകളുടെ എണ്ണം കുറയും. അതായത് ഈ രണ്ട് സിനിമകളുടെയും സ്ക്രീനുകൾ കുറയും എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, മറ്റുള്ള സിനിമകൾ ഈ സിനിമകൾക്ക് വലിയ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ഈ രണ്ട് സിനിമകളും ഇറങ്ങുന്നതിന് മുൻപ് പല സിനിമകളും വരുന്നുണ്ട്. ഇപ്പോ വിസ്മയ മോഹൻലാൽ ആദ്യമായി അഭിനയിക്കുന്ന തുടക്കം, സൂര്യയുടെ വിശ്വനാഥ് ആൻഡ് സൺസ്, അങ്ങനത്തെ ഒരുപാട് സിനിമകൾ. ഒരുപക്ഷെ ആ സിനിമകളൊന്നും ഈ രണ്ട് സിനിമകൾക്കും ഭീഷണിയാവില്ല എന്ന് വിചാരിക്കാം. എന്നാലും പ്രശ്നം തന്നെയാണ്. ഈ രണ്ട് സിനിമകളോടൊപ്പം മറ്റൊരു അന്യഭാഷാ സിനിമ കൂടി ഓഗസ്റ്റ് 20-ന് റിലീസാവുന്നുണ്ട്. അത് പാരഡൈസ് എന്ന വലിയ ചിത്രമാണ്. തീർച്ചയായും കേരളത്തിൽ വലിയ പ്രശ്നമുണ്ടാവില്ല എങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും കനത്ത തിരിച്ചടിയാണ് ഖലീഫയ്ക്കും ഐ ആം ഗെയിമിനും ഉണ്ടാവാൻ പോകുന്നത്. അതായത് സ്ക്രീനുകളുടെ എണ്ണത്തിൽ. മറ്റൊരു പ്രശ്നം 21-ന്, അതായത് ഓഗസ്റ്റ് 21-ന് നിവിൻ പോളിയുടെ ബത്ലഹേം കുടുംബ യൂണിറ്റ് റിലീസാവുകയാണ്. ആ സിനിമ ഒരുപാട് തിയേറ്ററുകളിൽ ഉണ്ടാവും കേരളത്തിൽ. കാരണം ഓണമാണ്, വെക്കേഷനാണ്, ഫാമിലി ഓഡിയൻസ് അടിച്ചു കയറും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ബത്ലഹേം കുടുംബ യൂണിറ്റ് ഖലീഫയെയും ഐ ആം ഗെയിമിനെയും പോലുള്ള ഒരു പടമല്ല, ഒരു ഫാമിലി പടമാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഒരുപാട് സ്ക്രീനുകൾ ഉണ്ടാവും. കേരളത്തിലാകെ വളരെ കുറച്ച് സ്ക്രീനുകൾ മാത്രമേ ഉള്ളൂ. അവിടെ ഈ സിനിമകളെല്ലാം കളിപ്പിക്കണമെങ്കിൽ എല്ലാ സിനിമകളുടെയും സ്ക്രീൻ കൗണ്ട് കുറയും എന്നുള്ളത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഇത് മാത്രമല്ല പ്രശ്നം. കൃത്യം 6 ദിവസം കഴിഞ്ഞ്, അതായത് ഖലീഫ, ഐ ആം ഗെയിം, ഈ രണ്ട് സിനിമകളും ഇറങ്ങി 6 ദിവസം കഴിഞ്ഞ് ടോക്സിക് എന്ന സിനിമ റിലീസാവുകയാണ്. യഷിന്റെ ടോക്സിക്. തീർച്ചയായും നമ്മൾക്കറിയാം ടോക്സിക്കിന്റെ ഹൈപ്പ് എന്താണ് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ക്രീനുകളിൽ ആ സിനിമയുണ്ടാവും. കേരളത്തിൽ മാത്രമല്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിലും ഓവർസീസിലുമെല്ലാം. അത് ഈ രണ്ട് സിനിമകൾക്കും കനത്ത തിരിച്ചടിയാവും. കാരണം ഈ രണ്ട് സിനിമകളും വലിയ സിനിമകളാണ്. അതിലും വലിയ സിനിമകളാണ് ഇതിന്റെ കൂടെ ഇറങ്ങുന്ന പാരഡൈസും അതുപോലെ 26-ന് റിലീസാവുന്ന ടോക്സിക്കും. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പറയുന്ന ഐ ആം ഗെയിം, ഖലീഫ, ഈ രണ്ട് സിനിമകളും പോസിറ്റീവ് വന്നാലും എങ്ങനെയാണ് പ്രേക്ഷകർ ഈ സിനിമകൾക്ക് അടിച്ചു കയറുക? അതിനുള്ള തിയേറ്ററുകൾ അത് ഈ സിനിമകൾക്ക് കിട്ടുമോ? അതായത് കേരളത്തിൽ ഒരുപക്ഷെ നേട്ടമുണ്ടാക്കി എന്ന് വരും. മറ്റുള്ള സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളിലും വലിയ തിരിച്ചടിയാണ് സിനിമകൾക്ക് ഉണ്ടാവാൻ പോകുന്നത്. കേരളത്തിലും വലിയ രീതിയിലുള്ള കളക്ഷൻ ഒന്നും കിട്ടാനുള്ള സാധ്യതയില്ല. കൂടിപ്പോയാൽ ഒരു 250-300 സ്ക്രീനിനകത്ത് മാത്രമാണ് ഈ രണ്ട് സിനിമകൾക്കും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. ഈ സിനിമകൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാവാൻ പോകുന്നത്. ഒന്നാമത്, ഈ രണ്ട് സിനിമകളും ഒരുമിച്ച് വരുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തരമാണ്. മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് ഇത് വലിയൊരു കാര്യമാണ്. പക്ഷെ ഈ രണ്ട് സിനിമകൾക്കും വലിയ തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത്. സിനിമ മികച്ചതായി കഴിഞ്ഞാലും വലിയ കളക്ഷനിലേക്ക് സിനിമ പോകില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ലോങ് റൺ ഈ രണ്ട് സിനിമകൾക്കും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും എല്ലാ സിനിമകളും വിജയിക്കട്ടെ. ആ സിനിമകൾ അർഹിക്കുന്ന വിജയം ആ സിനിമകൾക്ക് കിട്ടട്ടെ. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.